റമദാൻ മാസമായി കഴിഞ്ഞാൽ മദീന മുനവ്വറയിൽ ഞങ്ങൾ കണ്ടുപോയി. പരിശുദ്ധ പ്രവാചക തിരുമേനി മദീന മുനവ്വറയുടെ മസ്ജിദുൻ നബവിയുടെ ഉന്നതമായ മിഹ്റാബിലേക്ക് ഇമാമായിട്ട് കയറി നിന്നിട്ട് നമസ്കാര നിർവഹണം നടത്തുമ്പോൾ പരിശുദ്ധ നായകന്റെ പിന്നിൽ സഫ് കെട്ടി മഅ്മൂമായിട്ട് നിൽക്കാൻ ആ ലോകനായകൻ അല്ലാഹുവേ നിന്റെ ദർബാറിലേക്ക് രണ്ട് കൈയും നീട്ടിയിട്ട് ദുആ ചെയ്യുമ്പോ പരിശുദ്ധ റഹ്മത്തുൽ ആലമീന്റെ ദുആക്ക് ഒരു ആമീൻ പറയാൻ പതിനായിരങ്ങൾ മദീനയുടെ മസ്ജിദുൻ നബവിയിലും അതിന്റെ പുറകിലുമായിട്ട് കൂടുമ്പോൾ അതിലൊരു ബിന്ദുവായിട്ട് അണിചേരാൻ അല്ലാഹുവേ എനിക്ക് ഭാഗ്യമുണ്ടാകണേ തമ്പുരാനെ എന്ന് കണ്ടിട്ട് ശാമിൽ നിന്ന് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ മഅ്മൂമായിട്ട് ദുആ ചെയ്യുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നമ്മുടെ പരമപ്രധാനമായിരിക്കുന്ന ലക്ഷ്യം, ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഭൗതിക ലോകത്തേക്ക് നമ്മൾ പറഞ്ഞേക്കപ്പെട്ടത്? ശരിക്ക് നമ്മൾ ദുനിയാവിനെ പറ്റി ഒരു വിചാരപ്പെടലുകൾ നടത്താൻ വേണ്ടി ഒരു 10 മിനിറ്റ് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് റബ്ബേ നീ എന്നെ പറഞ്ഞയച്ചത് എന്നൊരു തോന്നൽ നമുക്ക് ഉളവാകുന്നതാണ്. ആ തോന്നലാണ് ഖബർ കാണിക്കുന്നത്, ആ തോന്നലാണ് ഹിസാബ് കാണിക്കുന്നത്, ആ തോന്നലാണ് മഹ്ശറാവൻ സഭയിലേക്ക് കടന്നു പോകാനുള്ളവനാണ് ഞാനെന്ന ബോധം ഹൃദയത്തിലേക്ക് കുടിയിരുത്തുന്നത്. അതുകൊണ്ട് റമദാൻ എന്ന് പറയുന്നത് വലിയൊരു സേവനത്തിന്റെ ത്യാഗസന്നദ്ധതയുടെ മാസമാണ്. ഇപ്പൊ ഒരുപാട് അന്യമതസ്ഥരായ ആളുകളൊക്കെ റമദാനിനെ മനസ്സിലാക്കാൻ വിശുദ്ധ റമദാൻ ഷരീഫിലൂടെ വലിയ ചൈതന്യങ്ങൾ നേടാനൊക്കെ കടന്നു. മലയാള മനോരമയുടെ ഒരു സ്പെഷ്യൽ പതിപ്പിൽ വായിക്കാൻ സാധിക്കുകയുണ്ടായി. അരീക്കോടുള്ള കല്യാണിയമ്മ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരി, ഒരു അമ്മച്ചി, നോമ്പെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തൻ്റെ സ്പൈനൽ കോഡിന്റെ വേദന പൂർണ്ണമായും പമ്പ കടന്നു. ഇനി ഞാൻ വ്രതാനുഷ്ഠാനത്തിലേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ സഹോദര മതസ്ഥരായ ആളുകളൊക്കെ വിശുദ്ധ റമദാൻ മാസത്തെ പുൽകാനും പുണരാനും അതിനെ സ്വീകരിക്കുവാനും അതിൻ്റെ പ്രാധാന്യങ്ങളെ മറ്റുള്ള ആളുകളിലേക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വളരെ ആവേശകരമായ മുഹൂർത്തമാണ് പുതിയ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇഫ്താർ സംഗമങ്ങൾ സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, മാനവികതയുടെ ഉജ്ജ്വലമായ സന്ദേശം ലോക ചരിത്രത്തിന്റെ മുൻപിലേക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടിച്ചേരലുകൾ, സമ്മേളനങ്ങളായി കൊണ്ടിരിക്കുകയാണ്. അത്തരം സംഗമങ്ങളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഇസ്ലാം മനുഷ്യപ്പറ്റിന് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഹ്യൂമൻ ബീയിങ് എന്ന് പറയാറുണ്ട്. ഹ്യൂമൻ ബീയിങ് ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ മനുഷ്യ സമൂഹം, ഹ്യൂമൻ ബീയിങ്. അതിലപ്പുറം നമ്മൾ പറയേണ്ടത് അത് നേരെ തിരിച്ചു വായിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അഥവാ ബീയിങ് ഹ്യൂമൻ. ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നതിനേക്കാൾ ബീയിങ് ഹ്യൂമൻ, ഒരു മനുഷ്യനാവുക, ഒരു മനുഷ്യനാവുക. ഡയോജനിസ് പറഞ്ഞ പോലെ മനുഷ്യന്റെ സത്ത കണ്ടെത്തുക എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് ഉലമാക്കളും മഹാരഥന്മാരുമായ ആളുകൾ ഈ പാത വെട്ടിത്തെളിച്ച് നമ്മുടെ മുമ്പിലേക്ക് സുതാര്യമാക്കി തന്നത്. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖു ദുനിയ വഖാഫുൽ ഫിതനാ നളറു ഫീഹാ വലമ്മാ അലിമൂ أنها ليست لحي وطنا جعلوها لجة واتخذوا صالح الأعمال فيها سفنا. അള്ളാഹുവിന് ഒരു പറ്റം ഔലിയാക്കന്മാരുണ്ട്. അവര് ദുനിയാവിനോട് തൊലാക്ക് ചൊല്ലിയിരിക്കുകയാണ്. ദുനിയാവിന്റെ മുഖത്ത് നോക്കി തല്ലഖ്തുകി, ഭൗതിക ലോകമേ ഞാൻ നിന്റെ 3 തൊലാക്ക് ചൊല്ലി എന്ന് ദുനിയാവിനോട് പറഞ്ഞു കടന്നുപോയ പണ്ഡിതന്മാര് ലോക ചരിത്രത്തിലൂടെ നടന്നു പോയിട്ടുണ്ട്. ആ ശ്രേണിയിലൂടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഏഷ്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിത മഹാപ്രസ്ഥാനം നിലകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിന്റെ വഞ്ചനകളിലേക്ക്, ഈ ദുനിയാവിന്റെ വൈകൃതങ്ങളിലേക്ക് അവർ ഒന്ന് എത്തി നോക്കിപ്പോയി.
അവർക്ക് മനസ്സിലായി അന്നഹാ ലൈസത് ലിഹയ്യിൻ വാതനാ, ഇത് ശാശ്വതമായി ജീവിക്കാൻ പറ്റുന്നവന് എറ്റേണിറ്റിയോടുകൂടെ അവന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഭൂമിയാണ് ദുനിയാവ് എന്ന ശങ്ക അല്ലെങ്കിൽ ഉറപ്പ് ആർക്കും വേണ്ട. ഇത് നമുക്കൊരു പെർഫെക്റ്റ് ആയ ഒരു പെർമനന്റ് ആയ ഭൂമിയല്ല എന്ന് പണ്ഡിതന്മാര് മനസ്സിലാക്കി. അപ്പൊ എന്ത് ചെയ്തു? ജഅലൂഹാ ലുജ്ജതൻ വത്തഖദൂ, ആ ദുനിയാവിനെ അവരാക്കി മാറ്റി ലുജ്ജതൻ, തിരയിട്ടടിക്കുന്ന സാഗരത്തിലെ തരമാലകളാക്കി ദുനിയാവിന്റെ ഫസാദുകൾ അവര് മാറ്റി. വത്തഖദൂ സ്വാലിഹൽ അഅമാലി ഫീഹാ സുഫുനാ, ആ തിരയിട്ടടിക്കുന്ന തരമാലകളുള്ള ദുനിയാവിന്റെ ഫസാദാകുന്ന തരമാലകൾക്കിടയിലൂടെ ആടാതെ ഉലയാതെ, കാലത്തിന്റെ കാറ്റിലും കോളിലും പെടാതെ, കാലത്തിന്റെ മഹാവിസ്ഫോടനാത്മകമായ പ്രളയങ്ങളിൽ പെടാതെ, കടലിന്റെ ക്ഷോഭങ്ങളിൽ പെടാതെ തീരത്തേക്ക് അണയാൻ ആരാണ് സന്നദ്ധരായത്? അവർക്ക് തീരമണയാനുള്ള കപ്പലാണ് സ്വാലിഹുൽ അഅമാൽ. ഈ തിരയിട്ടടിച്ചു കൊണ്ടിരിക്കുന്ന ദുനിയാവാകുന്ന തീരക്കടലിൽ തീരത്തേക്ക് നിങ്ങൾക്ക് കടന്നു പോകാൻ ഒരു പടക്കപ്പൽ അനിവാര്യമാണ്, ഒരു യാനപാത്രം അനിവാര്യമാണ്. ആ യാനപാത്രമാണ് സ്വാലിഹുൽ അഅമാൽ. ഈ ഇരുത്തം അല്ലാഹു തന്ന തൗഫീഖാണ്. നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മളല്ലാത്ത നൂറുകൂട്ടം ആളുകൾ അവരുടെ ജീവിതത്തിലെ ഭൗതിക തിരക്കുകളുമായി വ്യവഹാരങ്ങളുമായി ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കാൻ ഈ സമയത്ത് പോലും ഏതൊരു മെസ്മറിസം, ഏതൊരു ശക്തിയാണ് നമ്മളെ ഈ പന്തലിന്റെ ചുവട്ടിലേക്ക് ഗ്രാസ്പ് ആകർഷിച്ചത്, നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഘടകം എന്താണ്? അപ്പൊ അത് തൗഫീഖാണ്. അല്ലാഹു കുറച്ചു നേരമാണെങ്കിലും 1-2 മണിക്കൂറാണെങ്കിലും പഠിച്ചോനെ ദീനിന്റെ സദസ്സിൽ പോയി ഞാൻ ഇരുന്നു എന്ന് നാളെ റബ്ബിന്റെ കോടതിയിൽ പോയി സാക്ഷി പറയാൻ ഉതകുന്ന രീതിയിലുള്ളൊരു സദസ്സിന്റെ മുറ്റത്തേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു തന്ന തൗഫീഖാണ്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിനോട് നമ്മൾ തേടണം. ഇടക്കിടക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ മനസ്സിലാക്കണം. ദീന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു സദസ്സ് എന്നതിലപ്പുറം ജീവിതം തന്നെ ദീന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മുഹൂർത്തങ്ങളാകണം. പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ കാലഘട്ടത്തിൽ സ്റ്റേജ് കെട്ടിയിട്ടുള്ള ഇസ്ലാമിക് പ്രൊപ്പഗേഷൻ നടന്നിട്ടില്ല. CD പബ്ലിഷ് ചെയ്തല്ല അന്ന് ഇസ്ലാമിക് പ്രൊപ്പഗേഷൻ നടന്നത്. അന്ന് ജീവിതമാണ് സന്ദേശം. എവിടെ പോകുമ്പോഴും എന്താണോ കണ്ടത് അവിടെ തിരുത്തി കൊടുക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യത്തിൽ പഠിപ്പിക്കപ്പെടുന്ന മതത്തിന്റെ പ്രബോധനത്തെ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ മുമ്പിലേക്ക് പ്രദർശിപ്പിച്ചു കൊടുക്കുകയാണ്. ആ തിരുമേനിയാണ് പറഞ്ഞത്, അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, ഏറ്റവും വലിയ വിജ്ഞാനം സന്ദർഭത്തിനനുസൃതമായ വിജ്ഞാനമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കുട്ടി വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഈ കുട്ടിയെ കൈ പിടിച്ചിട്ട് നമ്മൾ പറയും, മോനെ നീ സലാം പറയാൻ വിട്ടുപോയല്ലോ. വീട്ടിലേക്ക് കയറി വരുമ്പോ നീ സലാം പറയണ്ടേ? അതുകൊണ്ട് സലാം പറയൽ ഒരു ഇസ്ലാമിന്റെ മര്യാദയാണ് എന്ന് കുഞ്ഞുമോന്റെ മുഖത്ത് നോക്കി ആ ഇവന്റ്, ആ സംഭവം നടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞാൽ എത്ര ജന്മമുണ്ടെങ്കിലും ശരി, ഇനി വീട്ടിലേക്ക് കടന്നു വരുമ്പോ അവന്റെ ചുണ്ടുകളിൽ സലാം തത്തിക്കളിക്കും എന്നത് തീർച്ചയാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന പണിയോ, കുട്ടി സലാം പറയാൻ വിട്ടുപോയാല് ഇവനിങ്ങനെ സലാം പറയുന്ന ശീലമൊന്നുമില്ല. അതുകൊണ്ട് ഒരു ട്യൂഷൻ ടീച്ചറുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ ഒരു ഗുരുനാഥന്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ സ്പെഷ്യൽ തർബിയത്ത് കൊടുക്കുന്ന ഒരു കേന്ദ്രത്തിലേക്ക് ഇവനെ പറഞ്ഞേക്കണം. അപ്പൊ നമ്മൾ അതിന്റെ സമാന്തരമായ വഴികളെ പറ്റി അന്വേഷണം നടത്തുകയാണ്. വാട്ട് ഈസ് അവർ ഡ്യൂട്ടി? ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വങ്ങളൊന്നുമില്ലേ? ദീനി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ ഫഅൻസിൽ സകീനതൻ അലൈനാ വസബ്ബിതിൽ അഖ്ദാമ ഇല്ലാ ഖൈനാ നഹ്നുൽ ലുലാജാഉക മുസ്ലിമീനാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇത്ര മനോഹരമായ പ്രകാശമാനമായിരിക്കുന്ന പ്രസ്ഥാനമായി പരിശുദ്ധ മതം അറേബ്യൻ മണലാരങ്ങളിൽ നിന്ന് കടന്നു വരികയാണ്. ഇന്നൽ ഈമാന യരിസു ഇലൽ മദീന, ഈ ഈമാൻ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ്.
നമുക്കൊക്കെ നമ്മുടെ കൽബിലേക്ക് ചേർത്താൻ കഴിഞ്ഞിരിക്കുന്ന ഈമാൻ, അത് മദീനയിൽ നിന്ന് വിരുന്നു വന്ന ഈമാൻ, മദീനയുടെ മണരാരണ്യത്തിൽ നിന്ന് ലോകനായകന്റെ വാഗ്ദോരണികളിലൂടെ ലോകത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് പ്രവഹരിച്ചു പോയ ഈമാൻ, അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് മാലിക് ബിൻ ദീനാറിലൂടെ ചേക്കേറുകയാണ്, അവിടുത്തെ അനുയായികളിലൂടെ ചേക്കേറുകയാണ്. ആ ഈമാനിനെ കട്ടെടുത്ത് കൊണ്ടുപോകാൻ ഇവിടെ വിധ്വംസക ശക്തികള്, വിഘടനവാദികള്, ബിദഈ പ്രസ്ഥാനക്കാര് കടന്നു വന്നപ്പോഴാണ് പരിശുദ്ധരായ ബരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന ലോകം കണ്ട സാത്വികനായ പണ്ഡിതൻ കടലിന്റെ തിരമാലകൾ വന്ന് കോഴിക്കോട്ട് കടപ്പുറത്തിന്റെ പരിസര തീരങ്ങളിലേക്ക് ആർത്തലച്ച് അട്ടഹാസം കുറിച്ചിട്ട് കടന്നു വന്നപ്പോ ആയിരം ആളുകൾക്ക് അവരുടെ കടപ്പാടം നഷ്ടപ്പെട്ടു പോയപ്പോ വരക്കല് ബാലവി തങ്ങളുടെ അടുക്കൽ പോയിട്ട് കോഴിക്കോട്ടുകാര് പരാതി പറയുകയാണ്, തങ്ങളെ കടല് വന്നിട്ട് അക്രമം നടത്തുകയാണ്, കടലാക്രമം രൂക്ഷമായിട്ട് കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകനായ അന്നത്തെ അള്ളാഹുവിന്റെ വലിയായ സയ്യിദായ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ രക്തത്തിന്റെ പരമ്പരയിലെ പേരക്കിടാവായ നമ്മുടെ നായകനായ വരക്കൽ തങ്ങള് നേരെ ഒരു വടികുത്തിയിട്ട് കടലിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. കടലിനോട് അഭിമുഖമായി ഒരു മഹാനായ മനുഷ്യൻ നടന്നുപോയി. നീലത്തിമിംഗലങ്ങളെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന അടങ്ങാത്ത കടലിനോട് ഒരു ബലഹീനനായ മനുഷ്യൻ, എന്നാൽ ആത്മീയ ശക്തി കൊണ്ട് ഹിമാലയ സാനുക്കളുടെ ശക്തി പേറിയ ഒരു മഹാരഥനായ മനുഷ്യൻ ഈ വിരലി ചൂണ്ടിയിട്ട് പറഞ്ഞു പോയി, കടലേ അടങ്ങണം, ഇനി ഇങ്ങോട്ട് കടന്നു വരാൻ പാടില്ല. എത്ര കിലോമീറ്ററുകളാണ് കടൽ ഉൾവലിഞ്ഞു പോയത്. ആ ഉൾവലിഞ്ഞു പോയ കടലിന്റെ കടപ്പുറമാണ് ഇന്ന് കോഴിക്കോട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ജീവനുകളെ രക്ഷപ്പെടുത്താൻ അള്ളാഹു ബഹുമാനിച്ചൊരു മഹാനുഭാവന്റെ വാക്കിന് ശക്തിയുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ശക്തി കൊണ്ട് പറന്നുപോയൊരു പ്രസ്ഥാനത്തിന്റെ മുറ്റത്തിരിക്കുമ്പോ എന്റെ ഉമ്മമാരെ ഉപ്പമാരെ പടച്ച റബ്ബ് നമുക്ക് തന്നിരിക്കുന്ന സൗഭാഗ്യം എത്ര മഹാനായ മഹത്തായ സൗഭാഗ്യമാണ്.